നമസ്കാരം കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ടൊരു നാട്ടിൽ കിങ്ങിണിപ്പുഴ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു കുടിലിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പുവിന് മൃഗങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു. അവന്റെ വളർത്തു മൃഗങ്ങളിൽ ഒരു പശുക്കുട്ടിയും ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു ആ പശുക്കുട്ടിയുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയും കുട്ടി പുല്ല് മേയ്ക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ലുമേനിടായി സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം കണ്ടപ്പോൾ മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, നീ എൻ്റെ കൂടെ കാട്ടിലേക്ക് പോരുന്നോ? എന്തു ഭംഗിയാണെന്ന് ഒരേ കാട് കാണാൻ. ധാരാളം പഴങ്ങളും പൂക്കളും നല്ല ഭംഗിയുള്ള പുല്ലുകളും നിനക്ക് വേണ്ടതൊക്കെ തരാം. പല പ്രാവശ്യം സുന്ദരി അപ്പു കാണാതെ മാൻകുട്ടിയോടൊപ്പം സുന്ദരി എല്ലാവരും അവസാനം കിട്ടാതെ വിഷമ തുടങ്ങി. ഇതൊന്നും ശ്രദ്ധിക്കാതെ സുന്ദരി മാൻകുട്ടിയോടൊപ്പം കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, എന്തു ഭംഗിയാ കാട് കാണാൻ. എത്ര പൂക്കളാ, എത്ര പഴങ്ങളാ, നല്ല ഭംഗിയുള്ള പുല്ലുകൾ. സുന്ദരി അവിടെ കളിച്ചു ചിരിച്ചു രസിച്ചു നടന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ നാനാഭാഗത്തുനിന്ന് പല ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. സുന്ദരി പേടിച്ചു. സുന്ദരി അറിയാതെ ഉള്ളിൽ നേരെ പുലർന്നു. സുന്ദരി വീണ്ടും മാൻകുട്ടിയോടൊപ്പം കളിക്കുന്നിടയിൽ പെട്ടെന്ന് ശബ്ദം കേട്ടു. ഗൂർ ഗൂർ. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി എന്താണ് ആ ശബ്ദം? മൃഗങ്ങളെല്ലാം പേടിച്ചോടുന്നുണ്ടല്ലോ കൂട്ടത്തിൽ. അതാ മാൻകുട്ടിയും കാണുന്നു. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, നീയും ഓടിക്കോ. കാട്ടിലെ രാജാവ് സിംഹം വരുന്നു. അവർ ഭയങ്കരനാ. നമ്മളെ പോലത്തെ മൃഗങ്ങളെ കൊടിച്ചു തിന്നും. സുന്ദരി മതം പേടിച്ചോടാൻ. ഓട്ടത്തിനിടയിൽ സുന്ദരി പറഞ്ഞു, മാൻകുട്ടി, നീ ഈ കാടിന്റെ ഭംഗിയെക്കുറിച്ച് മാത്രമല്ലേ എന്നോട് പറഞ്ഞോളൂ. ഈ കാടിന്റെ അപകടങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തേ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. ഇതും പറഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് കൂടി. പാവമപ്പോ സുന്ദരിയും കാത്ത് വീടി പടിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പന് സന്തോഷമായി. പിന്നീട് ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേ. കൂട്ടുകാരെ, ഈ കഥയിൽ നമുക്ക് എന്തു മനസ്സിലാക്കാം? പരിചയമില്ലാത്ത കൂട്ടുകാർ പറയുന്നതൊന്നും പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം.